ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആത്യന്തൈകമഖണ്ഡചിത്കനരസമ്പൂർണം ഹനന്തം ശുഭം പ്രത്യശാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാനപ്പെട്ട ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആത്മോപദേശ ശതകത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഒരു ഭാഗമാക്കുവാൻ വീണ്ടും അവസരം തന്ന ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. 69-70 മന്ത്രങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി മന്ത്രങ്ങൾ ആലപിക്കാം. ഓം ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ പ്രതിമയഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്തരമ്യരൂപം പ്രതിപുറമേ പെരുമാറിടും നജസ്രം. ഒരു രതി തന്നെ യഹന്ത ഇന്ദ്രിയാന്ത കരണകളേവരം എന്നിതൊക്കെയായി വിരിയും ഇതിന്നു വിരാമമെങ്ങു വേറാം അറിവവനെന്നറിവോളം ഓർത്തിടേണം. ഇനി നമുക്ക് 69 മന്ത്രം നോക്കാം. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ പ്രതിമയഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്തരമ്യരൂപം പ്രതിപുറമേ പെരുമാറിടും നജസ്രം. ഈ മന്ത്രത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്കൊന്ന് നോക്കാം. ശ്രുതി മുതലാം ചെവി മുതലായ, തുരകം തൊടുത്ത് അതായത് കുതിരകളെ പൂട്ടി, ആത്മപ്രതിമ എഴും ബോധ പ്രതിബിംബം ഉൾക്കൊള്ളുന്ന, കരണപ്രവീണനാളും അന്ധക്കരണമാകുന്ന തേരാളിയോടുകൂടി, രതിരഥമേറി വിഷയരാഗമാകുന്ന തേരിൽ കയറി, അഹങ്കാരമാകുന്ന സഞ്ചാരി, രമ്യ രൂപം പ്രതി തനിക്ക് രമ്യങ്ങളെന്ന് തോന്നുന്ന ബാഹ്യവിഷയങ്ങളിൽ അജസ്രം പെരുമാറിയിടുന്നു, സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥതലത്തിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ശബ്ദം മുതലായ കുതിരകളെ പൂട്ടിയതും, അതായത് പഞ്ചേന്ദ്രിയങ്ങളായ കുതിരകൾ, ആത്മനിഷ്ഠയുള്ള കർമ്മ കുശലൻ നയിക്കുന്നതുമായ സുഖമാകുന്ന, അതായത് രതി ആകുന്ന തേരിൽ കയറി അഹന്ത മനോഹരമായ വിഷയങ്ങൾ തേടി പുറമെ എല്ലായ്പ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരാംശം. വിശദമായി നമുക്ക് നോക്കാം. ശബ്ദം മുതലായ കുതിരകൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങളെയാണ് കുതിരകളായി ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശബ്ദം, രുചി, കാഴ്ച, ഗന്ധം, സ്പർശം എന്നീ 5 കുതിരകൾ കൊണ്ട് പൂട്ടിയ രതിരഥത്തെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. മനസ്സാണ് രഥം, അതായത് സുഖം. ആത്മാവാണ് ആ രഥത്തിലെ സഞ്ചാരി.
രഥം വലിക്കുന്ന കുതിരകളെ ഇന്ദ്രിയങ്ങളോടും ഉപമിക്കുന്നു. ആത്മാവ് എങ്ങോട്ട് പോണം എന്ന് തീരുമാനിക്കുന്നത് കുതിരകളാണ്. അതാണ് ഭഗവാൻ ആത്മോപദേശ ശതകത്തിൽ തുടക്കത്തിൽ നമ്മളോട് പറയുന്നത്, കണ്ണുകൾ അഞ്ചുമുള്ളടക്കി എന്ന് പറഞ്ഞ് പറയുവാൻ കാരണം ഈ കുതിരകളെ നിയന്ത്രിക്കുവാനാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. സുഖത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് സുഖത്തിന് പകരം ദുഃഖം തരുന്ന അവസ്ഥയിലേക്ക് യാത്രയാകുകയാണ്. രഥം ആനന്ദത്തിലേക്കല്ല പോകുന്നത്, പകരം ദുഃഖമാകുന്ന മഹാസാഗരത്തിലേക്കാണ് പോകുന്നത്. ദുഃഖസാഗരത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇത് നാം തിരിച്ചറിയണം. രഥത്തിൻ്റെ ദിശ നാം മനസ്സിലാക്കി ജീവിക്കണം. ഉദാഹരണം, ഇന്ന് നാം എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് വളരെ ആർഭാടമായ രീതിയിലുള്ള ഓണസദ്യയൊക്കെ കഴിച്ചിരിക്കുന്നവരാണല്ലോ. നല്ല പായസവും നല്ല കറികളും ഒക്കെയായി നല്ല ഒരു സദ്യ കഴിച്ച് ആലുണ്ടാകുന്ന സുഖം പിടിച്ച് നാം ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുടെ ഈ ഓണസദ്യയൊക്കെ കഴിഞ്ഞ ഈ ദിവസം നമ്മളിലേവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നും ആ സദ്യയൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഉണ്ടായ സുഖം, അത് ആ കഴിക്കുന്ന ഇതിനൊരു നിയന്ത്രണമില്ലെങ്കിൽ അതിലെ സുഖം തേടി നാം അമിതമായി കഴിച്ചാലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ വലിച്ചു വാരി നമുക്ക് ആവശ്യത്തിലധികം അത് കഴിക്കുമ്പോൾ അത് നമ്മളെ ഒരു ദുഃഖത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അതിനെ നാം നിയന്ത്രിക്കണം. നമ്മുടെ ഉള്ളിലാണ് ആനന്ദം എന്ന് നാം തിരിച്ചറിയണം. അതിനുള്ള പരിശീലനം നാം നേടണം. സുഖം തന്നിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തണം. പുറമേ കാണുന്ന പല വിഷയങ്ങൾ തേടി നമ്മുടെ കുതിരകളെ നിയന്ത്രിക്കാതെ വിട്ടാൽ അഞ്ച് വഴിക്ക് പോകുമ്പോൾ ആ രഥമാകുന്ന മനസ്സിൻ്റെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം. അതിലെ യാത്രക്കാരനായ ആത്മാവിൻ്റെ അവസ്ഥയോ, അങ്ങനെയുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് മനുഷ്യർക്കിടയിൽ മാനസിക വിഭ്രാന്തികളും ഉറക്കമില്ലായ്മയും ഒക്കെയായി മനുഷ്യർ ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ കുതിരകളെ, ഇന്ദ്രിയങ്ങളായ കുതിരകളെ നാം നിയന്ത്രിച്ച് പറ്റുകയുള്ളൂ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും രഥം നിയന്ത്രണ വിധേയമാകട്ടെ എന്നും എല്ലാവർക്കും ഉള്ളിൽ ആനന്ദം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് 70-ാം മന്ത്രത്തിലേക്ക് കടക്കാം. ആ മന്ത്രം ഒന്ന് ആലപിക്കാം. ഒരു രതി തന്നെയഹന്ത ഇന്ദ്രിയാന്ത കരണകളേബരമെന്നിതൊക്കെയായി വിരിയുമിതിന്നു വിരാമമെങ്ങു വേറാം അറിവവനെന്നറിവോളം ഓർത്തിടേണം. ഇനി ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഒരു രതി തന്നെ വിഷയരാഗം തന്നെയാണ്. അഹന്ത ആത്മാവിൽ അഹങ്കാരം. ഇന്ദ്രിയാന്തകരണകളേബരം ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം എന്നിതൊക്കെയായി എന്നീ സംസാരയാത്ര സാമഗ്രികളൊക്കെയായി വിരിയും വികസിക്കുന്നത്
അതിനു വിരാമമെങ്ങ് വിഷയരാഗം ഉള്ളിടത്തോളം ഇതിന് അവസാനമില്ല. അറിവവൻ അഹങ്കാരം തുടങ്ങിയ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം ദ്രഷ്ടാവായ ഞാൻ വേറിട്ട് നിൽക്കുന്നവനാണ് എന്നറിവോളും എന്നറിയുന്നത് വരെ അഹങ്കാരാദി തുടരും. ഓർത്തിടേണം, ഇക്കാര്യം വിചാരം ചെയ്തുറപ്പിക്കണം. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം ഒന്ന് നോക്കാം. ആനന്ദം ഒന്നു തന്നെയാണ് അഹന്തയായും ഇന്ദ്രിയങ്ങളായും മനസ്സായും ശരീരവുമായുമൊക്കെ വികസിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമെന്ന് വിചാരിക്കുന്ന അറിവ് താൻ തന്നെ എന്ന് അറിയുന്നത് വരെ മാത്രമേ ഇതിന് ഒരറുതി വരൂ എന്ന് ഓർക്കണം. ഏത് കാര്യവും സുഖത്തോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഉപഭോക്താക്കൾക്കും സുഖം ലഭിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളൊരു ടാക്സി വിളിക്കുമ്പോൾ ആ ടാക്സി ഡ്രൈവർ സുഖമില്ലാതെ അസുഖകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ അതിനുള്ളിലിരിക്കുന്ന നമുക്കും ആ സുഖമില്ലായ്മയും ആ അസുഖകരമായ അനുഭവവും നമ്മളിലും ഉണ്ടാവും. പുറമേ ഉള്ള വിഷയങ്ങൾക്ക് ഒരിക്കലും സുഖം തരുവാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലുള്ള സുഖമാണ് വെളി വിഷയങ്ങളിലെല്ലാം സുഖം പകരുന്നത്. ഇതാണ് ഭഗവാൻ ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നാം അസ്വസ്ഥനായാൽ പുറത്തുള്ളതും നമുക്ക് അസ്വസ്ഥത തരുന്നു. എൻ്റെ അഹന്തയ്ക്ക് ആസ്വാദനം തരുന്നത് എൻ്റെ ഉള്ളിലെ ആനന്ദമാണ്, അതായത് രതിയാണ്. അഹന്തയിൽ രതി പകർത്തുന്നു. എൻ്റെ ആത്മാവാകുന്ന രതി, എൻ്റെ ഉള്ളാകുന്ന രതി എൻ്റെ അഹന്തയെയും രതി പൂർണ്ണമാക്കുന്നു. അത് അന്ധഃകരണമായി മാറുന്നു. എൻ്റെ ഉള്ളിൽ നിറയുന്ന ആനന്ദമാണ് എൻ്റെ ശരീരത്തിൽ പോലും നിറയുന്നത്. ഏകമായ ആത്മാവാണ് ഈ ബഹുരൂപമായി വിലസുന്നത്. ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്. ഒരു ആനന്ദം, അതായത് രതി തന്നെയാണ് അഹന്തയായും ഇന്ദ്രിയങ്ങളായും അന്ധഃകരണങ്ങളായും കളേബരമായും ഒക്കെ വിരിയുന്നത്. ഈ വിരിയലിന് എന്നാണ് ഒരു വിരാമം അഥവാ അവസാനം? അഖണ്ഡമായ ബോധം താൻ തന്നെയെന്ന് അറിയുന്നത് വരെ മാത്രമേ ഈ വിരിയലുള്ളൂ. അതിൽ നിന്ന് അന്യമെന്ന് കരുതിയ അറിവ് താൻ തന്നെയെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്. എല്ലാവരിലും ആ ബോധമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.